കൊച്ചിയിൽ പുതിയ ഏതോ ബിസ്ക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ പുതിയതായി ഇറങ്ങിയ ബിസ്ക്കറ്റ് തേടി ഞാൻ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. പുതിയ ബിസ്ക്കറ്റ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച എന്നെ കൊച്ചിയിലെ അഭ്യസ്തവിദ്യരായ മനുഷ്യർ പല പല ബിസ്ക്കറ്റ് ഫാക്ടറികളിലേക്ക് പറഞ്ഞയച്ചു. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ തേടി നടന്ന സാധനത്തെ ബ്രിസ്ക്കറ്റ് എന്നാണത്രേ വിളിക്കുന്നത്. ബിസ്ക്കറ്റിനും ബ്രിസ്ക്കറ്റിനും ഇടയിൽ ഒരു ബ്രായുടെ വ്യത്യാസമുണ്ടെന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെ നേരത്തെ നഗരപ്രദക്ഷിണത്തിനൊടുവിൽ അവസാനം ഞാൻ ബ്രിസ്ക്കറ്റ് എവിടെ കിട്ടുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ബിയോണ്ട് ബർഗേഴ്സ് എന്നാണത്രേ ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തെ അനുസ്മരിക്കും വിധമായിരുന്നു അതിൻ്റെ ഉള്ളിലെ ഇന്റീരിയേഴ്സ്. ഉത്തരത്തിൽ ചാക്കിൽ കെട്ടിയ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ക്ഷാമകാലത്തേക്കുള്ള ധാന്യങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ചു ഞാൻ റിസപ്ഷനിൽ നിന്ന് സഹോദരിയോട് ഇവിടെയുള്ള ഏറ്റവും വില കുറഞ്ഞ ബ്രിസ്ക്കറ്റ് ബർഗർ ആവശ്യപ്പെട്ടു. അവിടെ വന്നതിൽ വെച്ച് ഏറ്റവും ദരിദ്ര കസ്റ്റമർ ആണെന്ന് ബോധ്യപ്പെട്ട സഹോദരി ഏറ്റവും കുറഞ്ഞ ബർഗർ തന്നെ എനിക്ക് തന്നു. 767 രൂപ. ബില്ല് കണ്ട് കിളിപോയ ഞാൻ ഒരു വിധത്തിൽ കോണിപ്പടികൾ കയറി മുകളിലെ ഒരു മൂലയിൽ സ്ഥാനമുറപ്പിച്ചു. കിളി പറന്നിരുന്ന എന്നെ ആശ്വസിപ്പിക്കാനായി അവിടുത്തെ മാനേജർ തന്നെ നേരിൽ വന്ന് ബ്രിസ്ക്കറ്റ് ബർഗർ വിളമ്പി തന്നു. അദ്ദേഹമാണ് എന്നോട് ബ്രിസ്ക്കറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആകുന്നതെന്ന് പറഞ്ഞു തന്നത്. കാട്ടിൽ മേഞ്ഞ കാട്ടുപോത്തിനെ വെടിവെച്ച് പിടിച്ച് നെഞ്ചു തുറന്ന് മാംസമെടുത്ത് പൊള്ളുന്ന നരകച്ചൂടിൽ വെച്ച് 18 മണിക്കൂറോളം പീഡിപ്പിച്ചാണത്രേ ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. സായിപ്പന്മാരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മൾ മലയാളികൾക്ക് വെടിവെക്കാൻ അനുവാദമില്ലാത്തതിനാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് മാത്രം. അവസാനം ഞാൻ കാത്തുകാത്തിരുന്ന ബ്രിസ്ക്കറ്റ് ബർഗർ കഴിക്കുന്നതിൻ്റെ ആഹ്ലാദത്തിൽ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിച്ചില്ല. സാധനം വായിൽ അലിഞ്ഞു ചേരുന്നു. ഇത് ബീഫ് തന്നെയാണോ എന്ന ആശങ്ക എന്നെ ഏറെ അലട്ടി. കാരണം ബീഫിനെ പഞ്ഞിമിഠായി പോലെ ആക്കിയിരിക്കുന്നു. ഈ സ്വാദിന് മറ്റൊരു ഉദാഹരണം പറയാൻ എനിക്കറിയില്ല. കയ്യിൽ കാശുള്ളവർക്ക് തീർച്ചയായും പൊട്ടിച്ചു കളയാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് ബീഫ് ബ്രിസ്ക്കറ്റ്. ശുഭം.